ഋഷഭ് പന്തിന് ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റ് പരമ്പര നഷ്ടമാകും. ആദ്യ ഇന്നിംഗ്സിൽ കാലിനേറ്റ പരിക്ക് ഗുരുതരമെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 6 ആഴ്ചകൾ വിട്ടുനിൽക്കേണ്ടി വരും. ഇഷാൻ കിഷനെ പകരക്കാരനായി ഉൾപ്പെടുത്തും. രുജീഷ് വി രവീന്ദ്രൻ ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. രുജീഷ്, അപ്പോൾ ആശങ്കപ്പെട്ടതുപോലെ തന്നെ പന്ത് ഇനി കളിക്കില്ല ഈ കളി. ബിനിൽ, അത് തന്നെയാണ് വലിയൊരു തിരിച്ചടിയാണ് ഇന്ത്യൻ ടീമിന് ഉണ്ടായിരിക്കുന്നത്. കാരണം ഈ ടൂർണമെൻറ്റിൽ നമുക്കറിയാം, ഈ ഒരു പരമ്പരയിൽ മാത്രം 7 ഇന്നിംഗ്സിൽ 462 റൺസ് നേടിയ താരമാണ് ഋഷഭ് പന്ത്. 2 സെഞ്ചുറിയും 2 അർദ്ധ സെഞ്ചുറിയും നേടിയ താരമാണ്. ഇന്നലെ മികച്ച രീതിയിൽ ബാറ്റ് ചെയ്യുമ്പോൾ ഏകദിന ശൈലിയിൽ 48 പന്തിൽ 37 റൺസുമായി തകർത്തടിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഋഷഭ് പന്തിന് കാലിന് ക്രിസ് വോക്സിൻ്റെ പന്തിൽ പരിക്കേറ്റത്. എന്തായാലും ആ പരിക്ക് ഗുരുതരം എന്ന് തന്നെയാണ് ഇപ്പോൾ BCCI വൃത്തങ്ങൾ നൽകുന്ന സൂചന. കാരണം പന്തിനോട് അവിടെ നിന്ന് ക്രീസിൽ നിന്ന് വിട്ടതിന് ശേഷം പന്ത് ഇന്ന് തിരിച്ചെത്തുമെന്ന് തന്നെയായിരുന്നു ആരാധകർ കരുതിയിരുന്നത്. പക്ഷേ BCCI ഡോക്ടർമാരോട് സംസാരിച്ചപ്പോൾ ഡോക്ടർമാർ അറിയിച്ചത് 6 ആഴ്ചയെങ്കിലും വിട്ടുനിൽക്കേണ്ടി വരുന്ന സാഹചര്യത്തിലാണ് ഋഷഭ് പന്തിൻ്റെ പരിക്കുള്ളത് എന്നാണ്. സാധാരണഗതിയിൽ ചിലപ്പോൾ പരിക്കേറ്റതിന് ശേഷം താരങ്ങൾ പെയിൻ കില്ലർ ഉപയോഗിച്ച് വീണ്ടും കളിക്കാൻ ടെസ്റ്റിൽ തിരിച്ചെത്തുന്നത് നമ്മൾ കാണാറുണ്ട്. ഇവിടെയും അത്തരമൊരു സാധ്യത നിലനിൽക്കുന്നുണ്ട് എങ്കിൽ കൂടി വരാനുള്ള സാധ്യത വളരെ വിരളം എന്നാണ് കരുതുന്നത്. കാരണം 6 ആഴ്ചയോളം വിട്ടുനിൽക്കേണ്ട സാഹചര്യത്തിലുള്ള ഒരു പരിക്ക്, കാരണം അത് കൂട്ടാൻ എന്തായാലും ഒരു സാഹചര്യത്തിൽ BCCI തയ്യാറായിക്കില്ല. പക്ഷേ പരിക്ക് ഗുരുതരം എന്ന് തന്നെയാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. 6 ആഴ്ച ഋഷഭ് പന്തിന് വിട്ടുനിൽക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റിൽ ഇന്ത്യക്ക് 10 ബാറ്റർമാർ മാത്രം ബാറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഇന്ത്യ പോകുന്നത്. ഇന്ത്യക്ക് ഈ പരമ്പരയിൽ വളരെ നിർണായകവുമാണ്. 2-1 പരമ്പരയിൽ പിന്നിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ മാഞ്ചസ്റ്റർ ടെസ്റ്റിൽ ഒരു വിജയം അനിവാര്യമാണ്. ആ ഘട്ടത്തിലാണ് ഇപ്പോൾ ഋഷഭ് പന്തിന് പരിക്കേറ്റത്. ഈ പരമ്പരയിൽ തന്നെ ഋഷഭ് പന്തിന് മാത്രമല്ല, നമുക്ക് അറിയാം ആകാശ്ദീപിനും ഹർഷദീപിനും ഒക്കെ പരിക്കേറ്റ്, ഏറ്റവും ഒടുവിൽ നിതീഷ് കുമാർ റെഡ്ഡിക്കും പരിക്കേറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഋഷഭ് പന്ത് കൂടി പരിക്കേറ്റ് ടീമിൽ നിന്ന് പുറത്താകുന്നത്. എന്തായാലും 5ാം ടെസ്റ്റിന് മുൻപ് ഇഷാൻ കിഷൻ ടീമിനൊപ്പം ചേരും. ഓക്കെ, നിർണായകമായ ഒരു ഘട്ടത്തിലാണ് പന്തില്ലാത്തത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമായി രുജീഷ് വി രവീന്ദ്രൻ ചൂണ്ടിക്കാട്ടുന്നു.